ഹായ് ഓൾ, ആപ്പിൾ ബി അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങളെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സോ നമ്മൾ ഈ വരുന്ന എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ജൂലൈ 2024 4 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ഓക്കെ, സോ അത് കഴിഞ്ഞ് 2025 ഈ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ വന്നില്ല. സോ ദാറ്റ് ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു 2026 ഈ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ വീണ്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഈ ഒരു ഏരിയ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 4 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഔട്ട് ആവുന്നത്. പക്ഷെ അത് പഠിച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് 4 ക്വസ്റ്റ്യൻസ് സ്കോർ ചെയ്യും എന്നുള്ളതാണ്. സോ ദാറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കൃത്യമായി മനസ്സിലാക്കി ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 2024 ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. നമുക്കിവിടെ 2 വർഷത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ആൻഡ് ഹാഫ് ഇയർ, അതായത് 2 പീരീഡിലെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. അവിടുത്തെ സെയിൽസും കോസ്റ്റുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ തന്നിരിക്കുന്ന ഈ ഒരു ടേബിൾ ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് 4 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഒരു ഒറ്റ ടേബിളിനെ ഫോക്കസ് ചെയ്തിട്ട് 4 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, നമുക്ക് സെയിൽസും ടോട്ടൽ കോസ്റ്റുമാണ് തന്നിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് ഹാഫിലെയും സെക്കൻഡ് ഹാഫിലെയും സെയിൽസും ടോട്ടൽ കോസ്റ്റും എത്രയും തന്നിട്ടുണ്ട്. സോ ഞാനത് കൃത്യമായിട്ട് ഇവിടെ ബോർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിലെ സെയിൽസ് എന്ന് പറയുന്നത് 45,000 ആൻഡ് സെക്കൻഡ് ഹാഫിൽ വിച്ച് ഇസ് 50,000. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിൽ 40,000 ആൻഡ് സെക്കൻഡ് ഹാഫിൽ അതെന്താണ് 43,000 ആണ്. ആൻഡ് ഇവിടെ നമ്മളോട് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത് PV റേഷ്യോ ആണ്. ഓക്കെ, അപ്പം നമുക്കറിയാം PV റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 കാലഘട്ടത്തിലേക്ക് ഇൻഫർമേഷൻ തരുമ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെയിൽസും ടോട്ടൽ കോസ്റ്റും തന്നാൽ പ്രോഫിറ്റിലേക്ക് എത്താൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല അല്ലേ? നമുക്കിവിടെ സെയിൽസും ഉണ്ട്, കോസ്റ്റും ഉണ്ട്. സോ വിത്ത് ദാറ്റ് ഐ ക്യാൻ ഫൈൻഡ് പ്രോഫിറ്റ്, റൈറ്റ്? ജസ്റ്റ് ടേക്ക് ദ ഡിഫറൻസ്. സോ 45,000 മൈനസ് 40,000 വിച്ച് ഇസ് 5,000. 50,000 minus 43,000 which is 7,000. Okay, so എനിക്ക് ഫസ്റ്റ് ഹാഫിലെയും സെക്കൻഡ് ഹാഫിലെയും പ്രോഫിറ്റ് കൂടി കിട്ടി. സോ നൗ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ PV ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. നമ്മൾ ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിളാണിത്, ഡെൽറ്റ എന്ന് പറയും. സോ ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എത്രയാണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫറൻസ് എടുക്കുക. 7,000 മൈനസ് 5,000 ഡിവൈഡഡ് ബൈ സെയിൽസ് ആണെങ്കിലോ 50,000 മൈനസ് 45,000. ഓക്കെ, സോ 7 മൈനസ് 5,000 you will get 2,000 divided by 50,000 minus 45,000 you will get 50,000 നിന്ന് 45,000 പോയി എത്രയാ? 5,000. ഓക്കെ അല്ലേ? നൗ മൾട്ടിപ്ലൈഡ് ബൈ 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? PV റേഷ്യോ പെർസെൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ്. സോ 3 zeros ക്യാൻസൽ ചെയ്യാം. സോ 200 by 5, 200 by 5 എന്ന് വരുമ്പോഴത്തേക്കും അത് എത്രയാണ്? വിച്ച് ഇസ് എത്ര വരും? വേണമെങ്കിൽ നമുക്കൊന്ന് സോൾവ് ചെയ്ത് ചെയ്യാം. 200 by 5 എത്ര വരും? 5 4s are 20. കറക്റ്റ് അല്ലേ? 5 4s are 20. സോ വിച്ച് ഇസ് 40%. സോ PV റേഷ്യോ എത്രയാണ്? 40%. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ല, ഇതിനെ ബേസ് ചെയ്ത് 4 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരെണ്ണം മിസ് ഔട്ട് ചെയ്താൽ നിങ്ങളുടെ ഫെർദർ കാൽക്കുലേഷനെ അത് ബുദ്ധിമുട്ടിക്കും. സോ നമുക്കിവിടെ സെയിൽസും ടോട്ടൽ കോസ്റ്റും തന്നിട്ടുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് വളരെ ഈസി ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്തു. ആൻഡ് വി ഗോട്ട് 40%. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 40% ആണ്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനായിരുന്നു? ഫിക്സഡ് കോസ്റ്റ് ഫോർ ഫുൾ ഇയർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നമുക്ക് 2 ഹാഫ് ഇയേഴ്സുകളായിട്ടാണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് കണ്ടുപിടിക്കുക. ദെൻ മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പീരീഡിലേക്ക് കിട്ടും. സോ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിൽസ് ഇൻറ്റു PV മൈനസ് പ്രോഫിറ്റ് ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം അല്ലേ? നമുക്ക് ന്യൂമറിക്കൽ ഏരിയാസ് ആണ്, അപ്പം പല ഇക്വേഷൻസ് ഉണ്ട്, പല ഫോംസിൽ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഡയറക്റ്റ് ആയിട്ടുള്ള ഫോമിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ, അതാകുമ്പം എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ സെയിൽസ് ഇൻറ്റു PV മൈനസ് പ്രോഫിറ്റ്.
സോ നിങ്ങൾക്ക് ഒന്നുകിൽ ഫസ്റ്റ് ഹാഫിൽ എടുക്കാം അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എടുക്കാം, നമ്മുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ഫസ്റ്റ് ഹാഫിലെ ഇൻഫർമേഷൻസ് ആണ് എടുക്കുന്നത്. സെയിൽസ് എന്ന് പറയുന്നത് 45,000 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ PV ratio is 40%. മൈനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ഫസ്റ്റ് ഹാഫിലെ സെയിൽസ് എടുത്തെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ തന്നെ പ്രോഫിറ്റ് എടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 50,000 എടുക്കാം. 50,000 എടുക്കുമ്പോൾ 7,000 എടുക്കണം. അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ എടുത്തുകൊണ്ട് തന്നെ പ്രോഫിറ്റും ഫസ്റ്റ് ഹാഫിൽ എടുക്കുക, വിച്ച് ഇസ് 5,000. ഓക്കെ, സോ നൗ 45,000ൻ്റെ 40% എങ്ങനെ കണ്ടുപിടിക്കാം? 45 × 4 അല്ലേ? 45 × 4 എന്ന് വരുമ്പോൾ എത്ര വരും? 4 4s are 16, 16 × 4 4s are 16, 16 × 2 18 വരും അല്ലേ? ആൻഡ് 18,000 മൈനസ് 5,000. 18,000-ൽ നിന്ന് 5,000 പോകുമ്പോൾ യു വിൽ ഗെറ്റ് 13,000. ഓക്കെ, ഈ 13,000 എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലെ മാത്രമാണ്. അപ്പോൾ നമ്മളോട് ടോട്ടൽ പീരീഡിലെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ ഇയറിലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് ഫോർ ഫുൾ ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഹാഫ് പീരീഡിലേക്ക് 13,000 ആവുന്നുണ്ട്. അടുത്ത ഹാഫ് പീരീഡിലേക്കും 13,000 തന്നെയാവും. സോ 30,000 × 2 യു വിൽ ഗെറ്റ് 26,000. ഓക്കെ, അപ്പോൾ ഫുൾ ഇയറിലെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 26,000. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് പീരീഡിലെ കണ്ടുപിടിച്ചു, ദെൻ അതിനെ അത് ഇരട്ടിച്ചു അല്ലേ? മൾട്ടിപ്ലൈഡ് ബൈ 2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് കിട്ടി ആ ഒരു കംപ്ലീറ്റ് ഇയറിലെ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് സെയിൽസ്, അതായത് ബ്രേക്ക് ഈവൻ സെയിൽസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ. ഇപ്പം നമ്മളോട് ബ്രേക്ക് ഈവൻ ഇൻ യൂണിറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ബ്രേക്ക് ഈവൻ പോയിന്റ് ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് എത്രയാ? ഇത് നമ്മൾ എടുക്കുമ്പോൾ ഫുൾ ഇയറിൽ തന്നെ എടുക്കണം കേട്ടോ. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, വിച്ച് ഇസ് 26,000. കണ്ടോ, ശരിക്കും പറഞ്ഞാൽ PV റേഷ്യോ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളായിരുന്നു. ഫിക്സഡ് കോസ്റ്റ് കിട്ടിയാലാണ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒന്ന് ചെയ്താലേ നമുക്ക് അടുത്തയിലേക്ക് പോകത്തുള്ളൂ അല്ലേ? അപ്പോൾ ഒരെണ്ണം അറിയത്തില്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും കേട്ടോ. സോ PV റേഷ്യോ എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, വിച്ച് ഇസ് 40% അല്ലേ? അല്ലെങ്കിൽ നമ്മളിതിനെ 40/100 എന്ന് എഴുതും. അങ്ങനെ ആകുമ്പോൾ എങ്ങനെ എഴുതാം? 26,000 മൾട്ടിപ്ലൈഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 40 ഇങ്ങനെ വരും. പല രീതി ചെയ്യാം, ഞാൻ ഒരു രീതി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഈ 2 0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4നെ സിംപ്ലിഫൈ ചെയ്ത് എത്രയായിട്ട് എഴുതാം? 2 ആയിട്ട് എഴുതാം. അപ്പോൾ 26ഉം ഡിവൈഡ് ബൈ 2 ചെയ്തു, യു വിൽ ഗെറ്റ് 13. വീണ്ടും ഞാൻ 2 ക്യാൻസൽ ചെയ്യാണ്, സോ ഞാൻ 130 എടുക്കുകയാണ്. ഓക്കെ, സോ 130 ആകുമ്പോൾ അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് വിച്ച് ഇസ് 65. അപ്പോൾ 65 എന്ന് എഴുതുക. എത്ര 0 ഉണ്ട്? 1 2 3 65,000. സോ ബ്രേക്ക് ഈവൻ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 65,000. അതായത് 65,000 രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ വിൽക്കുമ്പോൾ നിങ്ങൾ എവിടെ ചെല്ലും? ബ്രേക്ക് ഈവനിൽ ചെല്ലും. അതായത് ആ പോയിന്റിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാകത്തില്ല. 65,000-ൽ കുറഞ്ഞൊരു സെയിലാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. 65,000-ൽ കൂടിയൊരു എമൗണ്ടിന് നിങ്ങൾ സെയിൽ നടത്തുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് പ്രോഫിറ്റ്. അതാണ് അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഫിക്സഡ് കോസ്റ്റ് ബൈ PV റേഷ്യോ 26,000 by 40%. സോ ഞാനത് സിംപ്ലിഫൈ ചെയ്തു. We got 65,000 as break-even point sales. Okay. So finally to margin of safety. Margin of safety equation എന്താണ്? Actual sales minus break-even sale. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. അതല്ലാതെ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് എന്തായിരുന്നു? പ്രോഫിറ്റ് ബൈ PV റേഷ്യോ. പക്ഷെ നമുക്ക് ചെയ്യാൻ എളുപ്പം ഇതാണ് അല്ലേ? അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഏതും ചെയ്യാം കേട്ടോ. സോ ആക്ച്വൽ സെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ടോട്ടൽ സെയിൽസ് എടുക്കണം. ഫസ്റ്റ് ഹാഫിലെ എടുക്കണം, സെക്കൻഡ് ഹാഫിലെ എടുക്കണം. സോ 45,000 പ്ലസ് 50,000 അതാണ് നമ്മുടെ ആക്ച്വൽ സെയിൽസ്. മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ, വിച്ച് ഇസ് 65,000. ഓക്കെ, സോ നമുക്കിത് എത്ര വരും? 95,000 റൈറ്റ്? 45ഉം 50ഉം 95 95 മൈനസ് 65,000. Okay, 5 minus 5 which is 0, 9 minus 6 which is 3, so 30,000. Okay, so നമ്മുടെ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എത്രയാണ്? 30,000.
ഈ ഇക്വേഷനാണ് ഇവിടെ നമുക്ക് എളുപ്പം, അതുകൊണ്ടാണ് നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തത്. ഇതല്ലാതുള്ള ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഏതാണ് ഇതല്ലാതുള്ള ഇക്വേഷൻ? പ്രോഫിറ്റ് ബൈ പി വി റേഷ്യോ. ഓക്കെ, സോ എനിവേ ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. സോ റൈറ്റ് ആൻസർ ഇസ് 30,000. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരൊറ്റ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ചെയ്തത്. ആ ഒരു ക്വസ്റ്റനെ ബേസ് ചെയ്തിട്ട് 4 കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ ക്വസ്റ്റ്യൻ നേരത്തെ എവിടെ നിന്നാണ് ചോദിച്ചു കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, അങ്ങനെയുള്ള കുറച്ച് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യില്ലേ, ദാറ്റ് ഈസ് ആക്ച്വലി റിലേറ്റഡ് ടു കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ആ ഒരു ഏരിയ ആയിട്ട് റിലേറ്റ് ചെയ്തും നമുക്ക് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 2 ഏരിയയിൽ നിന്നാണ് പൊതുവേ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. കൂടുതലായിട്ടും ചോദിക്കുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്താൽ. പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു 4 ക്വസ്റ്റ്യൻ ചോദിച്ചതല്ലാതെ മിക്കപ്പോഴും തന്നെ ഇൻഡിവിജ്വലി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ, അതായത് പി വി റേഷ്യോയോ മാർജിൻ ഓഫ് സേഫ്റ്റിയോ ബ്രേക്ക് ഈവനോ എന്തെങ്കിലും കണ്ടുപിടിക്കാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് റെഗുലറായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം എന്താണെങ്കിലും ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്താൽ അതിനുള്ള എഫക്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. സോ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. നല്ല രീതിയിൽ ഇത്തവണ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ സെറ്റിന് ക്വാളിഫൈഡ് ആവട്ടെ. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.